നമസ്കാരം, പെൺവോട്ടിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന ഈ വേനൽ കടന്ന് കേരളത്തെ കാത്തിരിക്കുന്നത് മഴക്കാലം. എന്നാൽ പെരുമഴയ്ക്കൊപ്പം കടലാക്രമണവും വറുതിയുമാണ് തീരദേശത്തെ സ്ഥിരം തുടർക്കഥ. ഓഖി മുതൽ പ്രളയം വരെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കടന്നുപോയ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന തീരദേശങ്ങളുമുണ്ട്. അത് മുന്നറിയിപ്പ് നൽകുന്നത് മൂന്ന് മുന്നണികൾക്കുമാണ്. പെൺവോട്ട് ചോദിക്കുന്ന ചോദ്യം അതുതന്നെയാണ്. തീരദേശം ഇത്തവണ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ട് എങ്ങോട്ടായിരിക്കും മറിയുക? സ്വാഗതം ഒരിക്കൽ കൂടി പെൺവോട്ടിലേക്ക്. നമുക്കൊപ്പം ചേരുന്നു അതിഥി പാനലിൽ കോൺഗ്രസ് നേതാവ് ശ്രീമതി CB ഗീത, CPM നേതാവ് CK ഗിരിജ, BJP നേതാവ് പ്രമീള സുദർശൻ, ഒപ്പം സാമൂഹ്യ പ്രവർത്തക ശാന്ത ടീച്ചർ. ജനപ്രതിനിധികളും നമുക്കൊപ്പമുണ്ട്. ഓരോരുത്തരെയും പരിചയപ്പെടാം. ആദ്യം അതിഥി പാനലിലേക്ക് തന്നെ. ശ്രീമതി ശാന്ത ടീച്ചർ, ഓഖി തൊട്ട് പ്രളയം വരെയുള്ള ദുരന്തങ്ങൾ കടന്നുപോയ ഒരു നാടാണ്. അതെല്ലാം സാക്ഷിയായുള്ള ഒരു നാടുമാണ്. അപ്പോഴെല്ലാം തീരദേശത്ത് തനിച്ചായി പോയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരുടെ അവസ്ഥ എത്രത്തോളം മെച്ചപ്പെട്ടു? പ്രത്യേകിച്ച് കാലം പുരോഗമിച്ചു എന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവകാശപ്പെടുത്തുന്ന ഈ സമയത്ത് എല്ലാറ്റിനും പൂർണ്ണമായി ഒരു രക്ഷപ്പെടലില്ല. പക്ഷേ ഭാഗികമായി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഭൂരിഭാഗവും രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ സ്ഥിതി എന്ന് വെച്ചാൽ വളരെ ശോചനീയമായിരുന്നു. വളരെ എവിടെ പോകണം, എങ്ങനെ കഴിയും, ഏത് വിധത്തിൽ ജീവിക്കും എന്നൊന്നും പിടിയില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന സ്ഥിതിയാണ് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ കണ്ടിരുന്നത്. ഒരാൾക്ക് കിട്ടാതിരുന്നാൽ മതി. അതാണ് ഇവിടെയുള്ള പ്രത്യേകത. ചെറിയ വോട്ട് ബാങ്ക് അല്ല, വലിയ വോട്ട് ബാങ്ക് തന്നെയാണ് തീരദേശ മേഖല. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉറ്റുനോക്കുന്നത് വാഗ്ദാനങ്ങളുമായി വരുന്നതിൽ ഒരു പിശുക്കും കാണിക്കാത്തതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും. പക്ഷേ എത്രത്തോളം ചെയ്തു, എത്രത്തോളം ചെയ്തിട്ടില്ല, അവിടെയാണ് പ്രശ്നം. എല്ലാവർക്കും ഒരേ ഒരു കാര്യം. ഇപ്പം ഇവിടെ തന്നെ നോക്കിക്കോളൂ, ഒരുപാട് വീടുകളുണ്ട്, ഒരു 300-400 വീടുകളുണ്ട്. പക്ഷേ അത് അർഹരായവർ എത്ര പേരവിടെ താമസിക്കുന്നു, എത്ര പേരവിടെ താമസിക്കുന്നില്ല എന്നറിയുന്നില്ല. അത് നമ്മൾ പല പ്രാവശ്യവും അറിയിച്ചിട്ടുള്ള കാര്യമാണ് കൂടിയാണ്. വീട് വേണ്ടാത്തവർക്ക് പോലും വീട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീട് വേണ്ടുന്നവർക്ക് വീട് കിട്ടിയിട്ടില്ല. സർക്കാരിന് പറ്റിയിരിക്കുന്ന ഇവിടെ ഇതിന് മുൻപൊരിക്കലും തഹസിൽദാർ വന്നൊരു മീറ്റിങ്ങൊക്കെ വിളിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞൊരു കാര്യം, സാറേ, ആളുകൾക്ക് വീട് കൊടുക്കുമ്പോൾ ആ വീട് കിട്ടി എന്നുള്ളതിനൊരു രേഖയില്ല. നമ്മൾ മാവേലി സ്റ്റോറിൽ പോയിട്ട് 1 കിലോ പഞ്ചസാര വാങ്ങുന്നുണ്ടെങ്കിൽ റേഷൻ കാർഡിൻ്റെ പുറകിൽ എഴുതും 1 കിലോ പഞ്ചസാര ഇത്രാം തീയതി ഈ കാർഡുടമ വാങ്ങിയിരിക്കുന്നു എന്ന്, ഇല്ലേ? അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ളൊരു വീട് കൊടുത്തിട്ട് അത് എവിടെയില്ല അതിൻ്റെ അടയാളം. അയാൾ വീണ്ടും അപേക്ഷിക്കുകയാണ്. അത് ഒരിക്കലും അനുയോജ്യമായതല്ല, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണെന്ന് കൂടി എനിക്ക് തോന്നുന്നു. ഞാൻ തിരികെ വരാം. ശാന്ത ടീച്ചർ, CK ഗിരിജ, ആരോടാണ് ചോദിക്കേണ്ടത്? സംസ്ഥാന സർക്കാരിനോടോ കേന്ദ്ര സർക്കാരിനോടോ? അർഹരായവർക്ക് കിട്ടുന്നില്ല, അനർഹരായവർക്ക് ആവശ്യത്തിലധികം കിട്ടുന്നു, അങ്ങനെ ഒരു ആരോപണമല്ലേ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും ടീച്ചർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇത്തരം ടീച്ചർ ഈ പറഞ്ഞത് വികാരമാണ്. ആ പ്രദേശത്തിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് LDF ഗവൺമെൻറ് പറയുന്നത്, ഞങ്ങൾ ജനപ്രതിനിധികളും പറയുന്നത്. അപ്പോൾ ആ ഗ്രാമസഭയിൽ ഇത്ര നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുകയും അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കാനുള്ള ഇടപെടൽ ടീച്ചറെ പോലുള്ള മഹൽ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. CB ഗീത, പ്രതിവർഷം 5000 കോടിക്കടുത്ത് മത്സ്യ കയറ്റുമതി നടക്കുന്നു കേരളത്തിൽ നിന്ന് എന്നുള്ളൊരു കണക്കുണ്ട്. സ്വാഭാവികമായിട്ടും അത് മത്സ്യബന്ധന മേഖലയ്ക്ക്, തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ഗുണകരമായി വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ജീവിത നിലവാരം ഉയരേണ്ടതാണ്, പരാതികൾ കുറയേണ്ടതാണ്. അങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ആരുടെ കുറ്റമായിരിക്കും? തീരദേശ മേഖലയിൽ 500 കോടിയിൽ പരം രൂപയുടെ ഇത് നടക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ളവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം അത് മുതലാളിമാരും അതുപോലെ തന്നെ അതിൻ്റെ ഇടനിലക്കാരും അവരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത്. സാധാരണ മത്സ്യത്തൊഴിലാളികൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇവരുടെയൊക്കെ സ്ഥിതി. കാരണം ഇവരുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ
സാധാരണ ഏത് ജോലിക്ക് പോയാലും അവർക്ക് അന്നന്നത്തെ കൂലി കിട്ടും. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ കടലിൽ പോയി മത്സ്യം കിട്ടിയില്ലെങ്കിൽ അന്ന് അവർക്ക് 1 രൂപ പോലും വരുമാനമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ നഷ്ടം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നുണ്ട്. ഇതാണ് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സർക്കാരുകൾ അവർക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കേണ്ടത്. അതിപ്പോൾ ടീച്ചറോട് ഞാൻ സംസാരിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ നിങ്ങൾ പറഞ്ഞ പോലെ വളരെയധികം മത്സ്യം ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്ക് യാതൊരു വക സെക്യൂരിറ്റിയും അവരുടെ ജോലിക്കില്ല. നാളെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ അവർ ജോലിക്ക് വരണ്ട എന്ന് തന്നെയാണ്. അവരുടെ ജോലിക്ക് അർഹമായ യാതൊരു വക പ്രതിഫലവും കിട്ടുന്നില്ലെന്ന് തന്നെയല്ല, അവർക്ക് ഭാവിയിലേക്കുള്ള ഒരു ശ്രീമതി സി ബി ഗീത, അത് പക്ഷെ കോൺഗ്രസിന് എങ്ങനെയാണ് ആ ആരോപണം ഉന്നയിക്കാം? നിങ്ങളും ഭരിച്ചുപോയ നാടല്ലേ ഇത്? അതെങ്ങനെയാണ്? ഇത് പുതിയ പ്രതിഭാസമൊന്നുമല്ലല്ലോ. ഭരിച്ചുപോയ എല്ലാ സർക്കാരുകൾക്കും അതിന്റെ ബാധ്യതയുണ്ട്. ചെല്ലാനം എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ അഴീക്കോടിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലമൊന്നുമല്ല. ആ തീരദേശം തെരഞ്ഞെടുപ്പേ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനുള്ള പ്രതിഷേധമായിട്ട് മാത്രമല്ല, അത് കോൺഗ്രസിനോടും UDF-നോടുമുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ്. നിങ്ങൾക്കും ഉത്തരവാദിത്വമില്ലേ അതിൽ? ഞങ്ങൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും മറ്റേത് സർക്കാർ ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ തീരദേശത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു സർക്കാർ തന്നെയാണ് UDF-ൻ്റെ സർക്കാർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഭവന നിർമ്മാണ പദ്ധതികൾ, അതുപോലെ തന്നെ അവരുടെ ക്ഷേമ പെൻഷനുകൾ, അതുപോലെ ഇൻഷുറൻസ് പദ്ധതികൾ ഒക്കെ UDF സർക്കാരിൻ്റെ കാലത്ത് വളരെ നന്നായിട്ട് തന്നെ നടന്നിരുന്നു. ഇത്തവണത്തെ LDF സർക്കാർ വന്ന ശേഷം അതെല്ലാം നിർത്തലാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പ്രമീള സുദർശൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു LDF UDF-ഉം. തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് BJP സർക്കാർ അവകാശപ്പെടുന്നത്, കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് കേരളത്തിലെ തീരദേശ മേഖലയ്ക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു എന്നാണ്. ബീച്ച് ടൂറിസം അടക്കമുള്ളവ ഈ രീതിയിൽ എത്തിക്കാൻ കാരണമുള്ള വലിയ സംഭാവനകൾ നടത്തിയത് NDA സർക്കാരിന്റെ സംഭാവനയാണെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന ഒരു തീരദേശം നിങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. എന്ത് ചെയ്തു കഴിഞ്ഞുപോയ സർക്കാരുകൾ സംസ്ഥാനത്ത്? എന്ത് നിങ്ങൾ ചെയ്തു? തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വളരെ അഭിമാനത്തോടു കൂടെ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒരു ധീരദേശത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ മോഡി സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ട്, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് തന്നെയാണ് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് വേണ്ടി ഫിഷറീസ് മന്ത്രാലയം മോദി സർക്കാർ കൊണ്ടുവന്നത്. ആ മോദി സർക്കാർ ഫിഷറീസ് മന്ത്രാലയം കൊണ്ടുവന്ന് അവിടുത്തെ തീരദേശവാസികളുടെ ദുഃഖങ്ങളും അവരുടെ വ്യസനതകളൊക്കെ മാറി അവർക്ക് നല്ലൊരു സാധാരണ മേഖലയിലുള്ള ആൾക്കാരെ പോലെ അവരെ അധിവസിപ്പിക്കാൻ തന്നെയാണ് മോദി സർക്കാർ അങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, സ്വാതന്ത്ര്യാനന്തര കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഫിഷറീസ് മന്ത്രാലയം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അഭിമാനത്തോടുകൂടെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, കേരളം ഭരിച്ചിരിക്കുന്നത് LDF UDF ആണ്. തീർച്ചയായിട്ടും അവർ ഒരു അസംഘടിത മേഖലയല്ല എന്നൊരു തോന്നലുകൾ ഈ രണ്ട് സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീരദേശ മേഖലകളെ കാര്യമായിട്ട് അവർ പ്രാതിനിധ്യം ചെയ്യാത്തത്. നമുക്കറിയാം, തീരദേശവാസികൾ അവർക്ക് പ്രത്യേകിച്ച് പഞ്ഞമാസങ്ങളിൽ, കർക്കിടകം മുതലായിട്ടുള്ള പഞ്ഞമാസങ്ങളിൽ അവർ കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ലഭിക്കാറില്ല. അപ്പോൾ ആ തീരദേശ വാസികൾ പഞ്ഞമാസങ്ങളിൽ കേരള സർക്കാർ അവർ തീരദേശ സമാശ്വാസ സമ്പാദ്യ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ആ സമയബന്ധിതമായിട്ട് കൊടുക്കാൻ ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾക്ക് സാധ്യമല്ല. റൈറ്റ്, ഞാൻ തിരികെ വരാം. ഇനി തീരദേശത്തുള്ള ജനപ്രതിനിധികളും തീരദേശത്തുള്ള ജനങ്ങളും സ്ത്രീകളും പറയട്ടെ. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ 3 മുന്നണികളും പറഞ്ഞ വാഗ്ദാനങ്ങളും അവകാശങ്ങളും കേട്ടതാണ്. നിങ്ങൾക്ക് ചോദിക്കാം, പറഞ്ഞതിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് പറയാനുമുള്ളത് അതിനകത്തുണ്ടാകും. ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പ്ലീസ്. കഴിഞ്ഞ ദിവസം മീൻ മാർക്കറ്റിൽ വോട്ട് ചോദിക്കാൻ പോയ കോൺഗ്രസിൻ്റെ പ്രമുഖ MP പറഞ്ഞത് മീൻ മണം കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുവെന്നാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ മോശം മണമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ എന്താണ് കൂടുതലായി പ്രതീക്ഷിക്കേണ്ടത്? ശശി തരൂർ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഒരാൾ കാക്കയെ ഛർദ്ദിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പറയുന്നത് നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ അദ്ദേഹം പറയുന്നത്? അതോ നിങ്ങൾ നേരിട്ട് കേട്ടതാണോ? ഇലക്ഷൻ സ്റ്റണ്ട് എന്തായാലും ഉണ്ടാകും. അദ്ദേഹം അത് പറഞ്ഞു. അത് നിങ്ങളത് മലയാളീകരിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസമാണത്. മലയാളികരിക്കില്ലേ?
മലയാളീകരിക്കുന്നത് ശരിക്കായിരിക്കണം. അദ്ദേഹത്തിന്റെ മലയാളികൾ തീർച്ചയായിട്ടും മലയാളികൾ വിദ്യാഭ്യാസമുള്ളതായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ അമേരിക്കൻ ആക്സന്റ് അത് നിങ്ങൾക്ക് മനസ്സിലാവാതെയാണത് ഇതെന്ന് അദ്ദേഹം രണ്ടാമത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. കാരണം അയാൾ സാധാരണക്കാരുടെ MP ആണ്, അല്ലാണ്ട് അമേരിക്കൻ മലയാളികളുടെ MP അല്ല. അദ്ദേഹം സാധാരണക്കാരന്റെ MP ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഷ വ്യത്യാസമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടുത്തുകാരെ MP ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം ആദ്യമായി MP ഇലക്ഷൻ മത്സരിക്കില്ല. നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ ഇതൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ഉത്തരം പറയണത് കേൾക്കുക, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പ്രതികരിക്കൂ, അല്ലാതെ കേൾക്കണേന്റെ ഇടയിൽ കയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ആദ്യമായി MP ഇലക്ഷൻ മത്സരിക്കുന്ന ആളല്ല, അദ്ദേഹം കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു MP ആണ്. അത് നിങ്ങൾ മറക്കണ്ട. എന്തായാലും നമ്മുടെ ചാലക്കുടി MP-യെക്കാളും എന്തുകൊണ്ടും ഒരു പടി മുന്നിൽ നിൽക്കുന്ന MP തന്നെയാണ് ശശി തരൂർ. എന്തൊക്കെ പറഞ്ഞാലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ഒരു ആവശ്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത്. അല്ലാതെ വെറുതെ അവിടെ പോയി AC കൊള്ളാൻ വേണ്ടി പാർലമെന്റിൽ പോയിരിക്കുന്ന ആളല്ല ശശി തരൂര്. ഞാൻ 36 വർഷമായി, ഞാൻ അവിടെ 38 വർഷമായി അവിടെ താമസിക്കുന്നത്. 36 വർഷമായി അവിടുത്തെ കൽഭിത്തി പണിതിട്ട്. ഇന്ദിരാഗാന്ധി മരിച്ച കൊല്ലം പണിത കൽഭിത്തിയാണ്. ഇന്ന് വരെ മാറി മാറി വരുന്ന സർക്കാരിനോട് കരഞ്ഞപേക്ഷിക്കുകയാണ് ഇതൊന്ന് ചെയ്തു തരാൻ. അവർ ചെയ്തു തന്നിട്ടില്ല ഇന്ന് വരെ. കടലിൻ്റെ ഏറ്റവും അറ്റത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ ഓഗി ദുരന്തം വന്നിട്ട് 2-3 ലക്ഷം രൂപ സാധനങ്ങളാണ് ഒഴുകിപ്പോയത്. കയ്യും കാലും പിടിച്ച് പറഞ്ഞ് ഈ തെക്ക് വശത്തെ ഗ്യാപ്പ് ഒന്ന് അടച്ചു തരികയാണെങ്കിൽ ആയിരങ്ങൾ രക്ഷപ്പെടുമെന്ന്. ഇന്നിതുവരെ ഒന്നും ചെയ്തിട്ടില്ല, കല്ല് കിട്ടാനില്ല എന്ന് പറഞ്ഞ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ഇതിൽ പാസ്സായ കൽഭിത്തി 150 മീറ്റർ വരുന്നത് അത് 90 മീറ്ററോളം പണിത് അവർ ബാക്കിയാക്കി ഇട്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ പറയണത് കല്ല് കിട്ടാനില്ല എന്നാണ്. ഞാൻ കയ്യും കാലും പിടിച്ച് പറഞ്ഞു മാഷോട്, മാഷേ ഒരു ഗ്യാപ്പെങ്കിലും ഒന്ന് അടച്ചു തന്നില്ലേ തായോ, ഞങ്ങളെങ്ങനെ ഇവിടെ കിടക്കും? ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചേച്ചിനെ ഞാൻ അവിടെ നിന്ന് മാറ്റി പറപ്പിച്ചു തരാം. 8 വർഷം ആയിട്ടുള്ള ഒരു വീട് 50 ലക്ഷം ഉറുപ്പ്യ സ്ഥലവും വീടും ഇട്ട് ഞങ്ങൾ എങ്ങനെ പോകും? ഈ 3 സെന്റ് സ്ഥലം ഞാൻ ഒരാളെ പോയിട്ട് കാര്യമുണ്ട്, ആയിരങ്ങളാണ്. ഒരു ഗ്യാപ്പ് അടച്ചാൽ കല്ല് കിട്ടാനില്ലെങ്കിൽ മാഷ ഒരു കാര്യം ചെയ്യേ, ഈ കല്ലുകളൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് പൊക്കി വെച്ചാൽ ഇടിഞ്ഞെടുക്കണ കല്ലൊന്ന് പൊക്കി വെച്ചുതരാൻ പറഞ്ഞു. അതും കൂടിയും ചെയ്തില്ല. ഈ യോഗിക്കും പ്രളയത്തിനും നഷ്ടപ്പെട്ടതേ ഇത്തിരിയല്ല, 3-4 ലക്ഷം രൂപയെ പുറത്താണ്. ഞങ്ങൾക്ക് ആകെ കിട്ടിയതാണ് ഓഗിക്ക് 4500 രൂപ. പ്രളയത്തിന് 25 ആൾക്കാർ പാസ്സാക്കി. എന്നിട്ട് BL പാസ്സാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശക്തമായി പ്രതിഷേധിച്ച് ജനങ്ങളെ കൂട്ടി ഇതാക്കിയപ്പോൾ 300 ജില്ല ആൾക്ക് ഞങ്ങൾ വില്ലേജ് ഓഫീസറെ പിടിച്ച് കെട്ടിയിട്ട് ഞങ്ങൾ ശരിയാക്കി. ഓക്കെ, CK ഗിരിജ, ഇത് ഒരു സർക്കാരിനെതിരെ അല്ല പറയുന്നത്. വില്ലേജ് ഓഫീസറെ കെട്ടിയിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ നേടേണ്ടി വന്നു എന്ന് പറയുന്നു. കടൽ ഭിത്തി നിർമ്മാണം എന്ന് പറയുന്നത് എല്ലാ വർഷവും ആ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആ സതീശ് പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ. രണ്ടുപേർക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട് ഇതിനകത്ത് ഉത്തരവാദിത്വം. നമ്മുടെ 2017 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. 16 ശ്രീ ഇന്നസെൻ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നമ്മൾക്ക് മുന്നിൽ വന്നത്. പുതിയ മേഖലയിൽ നിന്ന് വന്നൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഏതൊരു കുഞ്ഞിനും അറിയാം. ഇന്നസെൻ്റ് MP 1750 കോടിയോളം രൂപ ശ്രീ ഇന്നസെൻ്റ് ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അക്കമിട്ട് നമുക്ക് പറയാം. ഒരു സമയത്ത് എല്ലാവരും പുച്ഛിച്ച് തള്ളുകയും ആരാധനയോടെ നോക്കുന്ന സിനിമാ ലോകത്തു നിന്ന് വന്ന ആൾ ആരാധനയോടെ നോക്കുമ്പോഴും കളിയാക്കി തമാശ പറഞ്ഞിരിക്കുമ്പോഴും ഇന്ന് നമ്മൾ വായിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ ഇന്നസെൻ്റ് എന്ന് നമുക്ക് അഭിമാനിക്കാം. ഇവിടെ ഓക്കി വന്നപ്പോൾ ഇന്നസെന്റ് പറഞ്ഞത് മിനറൽ വാട്ടർ ഇറക്കി തരാമെന്ന്. അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? മിനറൽ വാട്ടർ മാത്രം കഴിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കണം. ഒരു MP ഉണ്ട്, ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓക്കി വന്നു, ഈ പ്രളയം വന്നു, ഈ തീരദേശത്ത് എന്താണെന്ന് നോക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു MP നമുക്ക് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇപ്പൊ ഈ 5 വർഷം ഭരിച്ച MP ഇന്നസെന്റ്, ഞാൻ ഈ ഇന്നസെന്റിനെ സിനിമയില് TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കടപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. ഈ വോട്ട് കഴിഞ്ഞ് MP ഓഹി കഴിഞ്ഞ് ഓഹിക്ക് ശേഷം രാഷ്ട്രസംഘടനയിൽ വന്നിട്ട് എൻ്റെ വീട് ജനലിന് മുകളിൽ വരെ മണ്ണ് കയറി മൂടി. ഇത്രയും ദുരന്തങ്ങൾ അനുഭവിച്ച എൻ്റെ വീടും എൻ്റെ പരിസരവും എല്ലാ ആൾക്കാർക്കും നല്ല ദുരന്തം അനുഭവിച്ചു. ഈ MP ആ ഭാഗത്ത് തീരെ വന്നിട്ടില്ല. ഞാൻ അങ്ങേരെ ജീവനോടെ കണ്ടിട്ടില്ല. ഞാൻ റിയാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആരോഗ്യ വിദ്യാഭ്യാസം ഇവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി.
ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഓഗി പ്രളയം അല്ലേ? ഈ ഓഗി സമയത്തും പ്രളയം വന്ന സമയത്തും MPയെ കണ്ടില്ല എന്ന് പറഞ്ഞതും കുടിവെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞതും ഒരു മറുപടി പറയേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ പാർപ്പിടങ്ങളില്ലാത്തവർക്ക് ഭവനരഹിതർക്ക് വീട് കൊടുത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാർഡിൽ തന്നെ 25 പേർക്കാണ് ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രളയം ബാധിച്ചപ്പോൾ ഇതിനു മുമ്പും ഓഗി ബാധിച്ച ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ BJPയിൽ നിന്നോ യാതൊരു സഹകരണവും കിട്ടിയിട്ടില്ല. എന്നാൽ ഈ പ്രളയം ബാധിച്ച ഭാഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായിയുടെ ഭാഗത്തു നിന്നും 1.5 ലക്ഷം 2.5 ലക്ഷം മുതൽ എല്ലാ വീടുകളിലേക്കും ഞങ്ങൾ പൈസ എത്തിക്കുകയും ഭവനങ്ങളുടെ പുനരുദ്ധാരണത്തിന് കൊടുക്കുകയും ഉണ്ടായി. ഇതിനെല്ലാം മറുപടി പറയണം. ആരോഗ്യമേഖലയെ വളരെയധികം ഭംഗിയായ രീതിയിൽ ഞങ്ങളുടെ MP നോക്കിയിട്ടുണ്ട്. രഹസ്യമല്ല, പരസ്യമായിട്ടാണ്. പരസ്യം. പ്രളയം വന്ന ഭാഗങ്ങളിൽ പൈസ കൊടുത്തിട്ടുണ്ട്. രഹസ്യമായാണോ പൈസ കൊടുത്തത്? CPMന്റെ വീടുകളിലായിരിക്കും കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് എടവിലങ്ങ് പഞ്ചായത്തില് കുറച്ച് ഏരിയയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും കേറിയിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ എറിയാട് CPMന്റെ വീട്ടിൽ മാത്രം കൊടുത്തിട്ടുണ്ടാവുള്ളൂ പിണറായി വിജയൻ. അല്ലാണ്ട് വേറെ ഓരോരുത്തരും കൊടുത്തിട്ടില്ല. എടവിലങ്ങ് പഞ്ചായത്തിൽ ഒരാൾക്കും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ കുറച്ച് ലൈഫിന്റെ വീട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരെ ആവശ്യമുള്ള ആൾക്കാർക്ക് എറിയാട് പഞ്ചായത്തിലും എസമുരം പഞ്ചായത്തിലും അത് ഓടും വീട്ടിട്ട ആൾക്കാർക്കൊക്കെ കൊടുത്ത്. പക്ഷെ ഇടയിലിങ്ങനെ മാത്രം അവർ മാറ്റി നിർത്തിങ്ങാട്ട് ഓല വീട്ടുകാർക്ക് മാത്രമാണ് കൊടുത്തത്. അത് ശരിക്കും ഞങ്ങളോടുള്ള അവഗണന. അല്ല, എടവിലങ്ങ് പഞ്ചായത്തിൽ പറയൂ. ഓഗി വന്നപ്പോഴ് അരി സഞ്ചിയിലാക്കി മാർഷുമാർ കൊണ്ടുവന്ന് കൊടുത്ത്. ആർക്കും അരിയല്ല വേണ്ടത്. ഞങ്ങൾക്ക് വീട് സംരക്ഷിക്കാനായിട്ട് കൽഭിത്തിയാണ് വരേണ്ടത്. സുനാമി കഴിഞ്ഞ കാലം മുതൽ ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് കൽഭിത്തി വേണം എന്നുള്ളത്. ഇന്ന് ഈ സമയം വരെ ഒരു കല്ല് പോലും ഒരു എന്തോട്ട് പണിക്ക് വന്നിട്ട് മെയിൻ്റനൻസ് പണിക്കുക ഒന്നിനും ഒരു 5 പൈസ ഒരു കാര്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഏത് പാർട്ടിക്കാണ് പിണറായി വിജയൻ ഈ പൈസ ഇറക്കിയത് മുഴുവനും? ഏത് പാർട്ടിക്കാണ് ഇപ്പൊ പൈസ ഇറക്കിയിരിക്കുന്നത്? ഓഹി വന്ന സമയത്ത് MP ചെയ്തത് എന്താണ്? മിനറൽ വാട്ടറും കൊണ്ടുവന്ന്. മിനറൽ വാട്ടറാണ് ഇവിടെ ആവശ്യം. മിനറൽ വാട്ടർ ഇറക്കിയിരിക്കുന്നത്. ഓഹി വന്നിട്ട് രഹസ്യത്തിൽ ഓരോ പഞ്ചായത്തിൽ CPMന്റെ കുടുംബത്ത് കാശ് കൊണ്ട് കൊടുത്തുന്ന. ഇവിടെ പഞ്ചായത്തൊന്നുമില്ലേ അന്വേഷിച്ച് കൊടുക്കാനായിട്ട്? 2004 സുനാമി കഴിഞ്ഞത്. 2006 വലിയ കടലാക്രമണം ഉണ്ടായത്. അന്ന് ഇഷ്ടം പോലെ വീടുകളും കൽഭിത്തിയെല്ലാം തകർന്നു പോയി. ഇന്ന് വരെ ഈ കൽഭിത്തിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ വിഷയം തീരദേശത്തെ വളരെയേറെ ബാധിച്ചു. അത് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അത് നമ്മുടെ കാലാവസ്ഥ കേന്ദ്രത്തിന് പറ്റിയ പെശകാണ്, അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റാതെ പോയത്. അതിൽ പിണറായി ഗവൺമെന്റ് നടത്തിയ ഇടപെടലുകൾ വളരെ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ പ്രളയം ചെന്നൈയിലുണ്ടായപ്പോഴും അതും കർണാടകയിൽ ഒരൊറ്റ ജില്ലയായ കുടകിലും പ്രളയം ഉണ്ടായി. അവിടങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത പൈസ എത്രയാണ്? അതിൽ നിന്ന് എത്ര ശതമാനം വരെ കേരളത്തിന് കിട്ടി? രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ പോകുന്നത് വഞ്ചിയിൽ മാത്രമല്ല, ബോട്ട് ഉപയോഗിച്ചിട്ടാണ്. അതിന് പെട്രോൾ വേണം, മണ്ണെണ്ണ വേണം. പെട്രോള്, മണ്ണെണ്ണ ഇതിലൊക്കെ വില നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ്? അതറിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രളയത്തിന് പോലും റേഷൻ നൽകിയതിന് തിരിച്ച് പൈസ വാങ്ങിയ ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടേത്. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനൊക്കെ മറുപടി എനിക്ക് BJPയുടെ പ്രതിനിധി തരണം. ഇവിടെ നിന്ന് പോകുന്ന MP മാരെയും
ഇവിടെ സിനിമാ ലോകത്തും മാത്രമല്ല ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോയിട്ട് പറയണം. അല്ലാതെ എനിക്ക് ഏറ്റവും സുഖം പാർലമെന്റിൽ ചെന്നിരിക്കാനാണ് എന്ന് പറയല്ല. അതല്ല തീർച്ചയായിട്ടും ഞാൻ പറയാം. പക്ഷെ ഇത്രയും വാഗ്ദാനങ്ങൾ നടത്തിയെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന് മിനിമം ഒരു കടൽഭിത്തി അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നിന്ന് ആവശ്യപ്പെടണം, തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ആവശ്യപ്പെടണം. ഇത്രയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിനോട് ഇവിടുത്തെ MP തീർച്ചയായിട്ടും ആവശ്യപ്പെടണം. ഇവിടെ നിന്ന് പോകുന്ന ജനപ്രതിനിധികൾ തീർച്ചയായിട്ടും ലോക്സഭയിൽ പോയി ആവശ്യങ്ങൾ ഉന്നയിക്കണം. ഇടതുപക്ഷത്തിന്റെ MP ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ പറയുമ്പോൾ വർഷങ്ങളായി എന്ത് ചെയ്തു കോൺഗ്രസ് എന്ന് തിരിച്ചു ചോദിക്കുന്നു ഇടതുപക്ഷം. അവിടെ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കുന്നതിൽ കോൺഗ്രസിനും പരാജയം സംഭവിച്ചിട്ടുണ്ടെന്ന് BJPയും പറയുന്നു. ഉത്തരം എവിടെ? എനിക്ക് കാലാകാലമായി ഇവിടുന്ന് പോകുന്ന MP-മാർ ഇവിടെ കടൽഭിത്തിക്ക് എത്താനായിട്ട് വളരെയധികം സ്ഥലങ്ങളിൽ കടൽഭിത്തി കെട്ടിയിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി വരുന്നവർ അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. കാരണം തീരദേശവാസികളെ കാണാതെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും നന്നായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ കാശ് കിട്ടിയെന്ന് പറഞ്ഞു, വീട് കിട്ടിയെന്ന് പറഞ്ഞു. അതൊക്കെ ആർക്ക് കിട്ടി എന്നുള്ളത് ഇപ്പൊ ഇവരുടെ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാം CPM-കാർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്താണ് നടത്തുന്നത്? അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയട്ടെ, എല്ലാവർക്കും കിട്ടിയിട്ടില്ല. കല്ലിടല് കുറെ നാളായി കല്ലിടല് നടക്കണ്. നമ്മുടെ റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നപ്പോള് 90 കോടി നമ്മുടെ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറിയതാണ്. ഇതിന് ഇതേവരെ ഒന്നുമില്ല, കല്ലിളക്കാനും കിട്ടണില്ല, അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അങ്ങനെയൊക്കെ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് പിണറായി സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന് വേണ്ടി 6000 കോടി ചെലവഴിക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ ചെലവഴിച്ചു? കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ 6000 കോടി ചെലവഴിക്കാൻ പോണത്? അത് വേണ്ട, 5 കോടി ചെലവഴിക്കാൻ. അതിനുശേഷം നിങ്ങൾ പറഞ്ഞില്ലേ, സോണിയാഗാന്ധിനേക്കാളും രാഹുൽ ഗാന്ധിനേക്കാളും കൂടുതൽ സമയം പാർലമെന്റിൽ ചെലവഴിക്കുകയും ഇടപെടുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത MP-യാണ് ഇന്നസെന്റ്. കൃത്യമായ കണക്കുകളുണ്ട്. എന്ത് ചോദ്യം ചോദിച്ചെന്നുള്ളത് ഒന്ന് പറയേണ്ടി വരൂട്ടോ. ഇവിടുത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയത് നമ്മൾക്ക് MP-ന് ആവശ്യമുള്ളത് കോമഡി പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ തീരദേശ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും MP-ക്ക് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രധാനമായിട്ട് ആവശ്യം മുനമ്പം അഴീക്കോട് മുതലുള്ള പാലാണ്. അത് ഇതേവരെയ്ക്കും MP-ക്കും MLA-ക്കും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ കല്ലിട്ട് പോകും, എത്ര വർഷങ്ങളായിട്ട് കല്ലിട്ട് പോയിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ആവശ്യം കുടിവെള്ളം, അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അഴീക്കോട് പാലം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത്. മത്സ്യബന്ധനത്തിന് പോകുന്ന പാവപ്പെട്ട ജനങ്ങൾ ഒരുപാടെണ്ണം മരിച്ചിട്ടും അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്? മാർച്ച് 31-നുള്ളിൽ ചെയ്തു തീർക്കേണ്ട ഒരു പരിപാടിയും ഇതുവരെ അവർക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട വിധവകളുടെ കാര്യങ്ങൾ ആര് സംരക്ഷിക്കും? പാവപ്പെട്ട വിധവകളുടെ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ഭർത്താക്കന്മാർ മരിച്ച വിധവകളുടെ കുടുംബത്തിന്റെ സംരക്ഷണം ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ എന്തു ചെയ്തു എന്നുള്ളതല്ല, ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്തു ചെയ്യും, അതാണ് ഈ 3 പേരും ഇനി പറയേണ്ടത്. റൈറ്റ്, തീർച്ചയായും പരിഗണിച്ചവരെ സഹായിക്കണം, അവഗണിച്ചവരെ അകറ്റി നിർത്തണം. കടലോരത്തിന്റെ ഈ നീതി ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും വിജയം സമ്മാനിക്കുക എന്നാണ് ചോദിച്ചത്. അതിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെയായിരുന്നു പെൺവോട്ടിനെ ഈ എപ്പിസോഡ് ചർച്ച ചെയ്തതും. ഉത്തരം കൃത്യമായി കേരളം പറയും. മെയ് 23-ന് പോളിംഗ് ബൂത്തിലെ വോട്ടുകൾ എണ്ണുമ്പോൾ പൂർണ്ണമാകുന്നു. പെൺവോട്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.